സമയത്ത് പഴയകാലത്തെ മുത്തശ്ശിമാരൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമ്പോഴും അവർ പ്രാർത്ഥിക്കുമ്പോഴും വളരെ ലിമിറ്റായിട്ടുള്ള ഭക്തിയിലായിരുന്നു അവർ പ്രാർത്ഥിക്കുന്നത്, മോഹങ്ങളിലായിരുന്നു. ഇന്നത്തെ അമ്മമാരാണ് ഒരു ലിമിറ്റും ഇല്ല. കാരണം എന്താ, 10 കിട്ടുമ്പോൾ 100 വേണമെന്ന്, 100 കിട്ടിയാൽ 1000 വേണമെന്നുള്ള ആർത്തി പൂണ്ട മനുഷ്യനായി നമ്മൾ മാറി. അതുകൊണ്ട് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദുഃഖവും വരും. കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് തരത്തിലുള്ള കാപട്യത്തിലേക്ക് പോവുകയും ചെയ്യും, ഇല്ലേ? എല്ലാം അർഹതപ്പെടുന്നത് മാത്രമാണോ നമ്മൾ മോഹിക്കുന്നത്? ആണോ? അല്ല. അപ്പോൾ ഇവിടെ പണ്ടത്തെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമ്മളെ വളരെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിൽ നല്ല വിവരമുള്ളവരായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസം കൂടുതലാണ്, വിവരം കുറവാണ്. മനസ്സിലായില്ലേ? ഇന്ന് പരിഷ്കാരം കൂടി, സംസ്കാരം കൂടിയോ കുറഞ്ഞോ? ഇന്ന് സംസ്കാരം കുറഞ്ഞു. മനസ്സിലായില്ലേ? ഇന്ന് പരിഷ്കാരങ്ങളൊക്കെ കൂടി, ഇന്ന് സംസ്കാരം വളരെ കുറഞ്ഞു. ഇന്ന് നമ്മളെ കയ്യിലിരിക്കുന്ന സോഷ്യൽ മീഡിയ വഴി, മൊബൈൽ വഴിയൊക്കെ നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന ആളിനുമായിട്ട് നമ്മൾ അല്ലേ സൗഹൃദവും സ്നേഹബന്ധവും ഉണ്ട്. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് മിണ്ടുവോ? ചില സമയത്ത് കണ്ടില്ലേ, ഈ കലുങ്ങിൻ്റെ പുറത്തൊക്കെ 2-3 പേര് നിരന്നിരിക്കുന്നതാണ്. ഈ 3 പേരിരിക്കുന്നത് ഒരുത്തൻ ജർമ്മനിയിലാണ്, ഒരുത്തൻ ലണ്ടനിലാണ്, ഒരുത്തൻ ഗൾഫിലാണ്, ഒരുത്തൻ തിരുവനന്തപുരത്തോ കൊച്ചിയിലാണ്. എന്താ? സാധനം വഴി. പരസ്പരം അടുത്തിരിക്കുന്നവനായിട്ട് 4-5 മണിക്കൂർ ഇരുന്നാലും മിണ്ടത്തിൽ എണീറ്റ് ഒറ്റപ്പോക്കാം. പല ലോകങ്ങളിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പരിഷ്കാരം വന്നപ്പോഴത്തേക്ക് ചിതറിപ്പോയി, നമ്മുടെ ബന്ധങ്ങളൊക്കെ ചിതറിപ്പോയി. ശരിയല്ലേ? പരസ്പരമുള്ള ആത്മബന്ധങ്ങളൊക്കെ ചിതറിപ്പോയി. അടുത്തുള്ള ഒരു വീട്ടിലുള്ള ആളുടെ ബുദ്ധിമുട്ടറിയാൻ അവിടേക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കാനോ അല്ലെങ്കിൽ കണ്ണ് ചിമ്മി നോക്കാനോ ഉള്ള സമയം നമുക്കില്ല. ഉണ്ടോ? സ്വന്തം കാര്യം തന്നെ, വീട്ടിലെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല പലർക്കും. കാര്യം വേറെ പല ലോകത്താണ് നമ്മളിന്ന് പോകുന്നത്. അവിടെയാണ് പണ്ട് കാലത്തെ നമ്മുടെ മുത്തശ്ശിമാർ വളരെ കൃത്യമായ ബോധത്തിൽ അവർക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഭഗവാന്റെ മുമ്പിൽ വന്ന് അവർ പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ ആദിവ്യാധികൾ ഉണ്ടാകരുതേ. ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ്. ശ്രീ ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്ന നാരായണീയത്തിൽ മേൽപ്പത്തൂർ പട്ടതിരിപ്പാട് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ആദിവ്യാധി വിനാശനം എന്ന് പറഞ്ഞിട്ട്. ആദിവ്യാധികളുണ്ടാവും. എന്താ ഈ ആദിവ്യാധി? ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലല്ല. എന്താ ആദിവ്യാധി? ആദി എന്തിനാ വാദിക്കുന്നതാണ്? ആദി നിങ്ങളുമൊക്കെ മോഡേൺ ആയോ? ആദി എന്തിനാ വാദിക്കുന്നതാ? ഞാൻ തന്നെ പറയാം. കാരണം ഞാനിവിടെ കുറച്ച് തലനിരച്ച ആൾക്കാരെ പ്രതീക്ഷിച്ചോ. ഞാൻ വിചാരിച്ചു അവരൊക്കെ കുറച്ച് പ്രായമുള്ളവരാണ്. ഇപ്പോഴാണ് മനസ്സിലായി ചെറുപ്പക്കാരാണ്, ബാല്യകാല നരയാണെന്ന്. അവരാണ് ഏറ്റവും വലിയ മോഡേൺ ആയതില്ലേ. ആദി എന്ന് പറയുന്നത് മാനസികമായി ബാധിക്കുന്നതാണ്. മാനസികമായ രോഗം, ടെൻഷൻ, ബുദ്ധിമുട്ട്, മാനസികമായ വിഷമങ്ങൾ, ഇതെല്ലാം ഏതിനകത്തുള്ളതാണ്? ആദിയാണ്. ഈ ആദിയിൽ നിന്ന് വ്യാധി ഉണ്ടാകുന്നത്, മാനസികമായി ഉണ്ടാകുന്ന രോഗത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ശാരീരികം. ഒരു 80% രോഗങ്ങളും അങ്ങനെയാണ്. രോഗങ്ങൾ ആദ്യം ബാധിക്കുന്നത് മനസ്സിനെയാണ്, അത് കഴിഞ്ഞ് ശരീരത്തെ. ഇനി ശരീരത്തിൽ തന്നെ ബാധിക്കുന്ന രോഗത്തെപ്പോലും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് മാനസികമായ അവസ്ഥ കൊണ്ടാണ്. നമ്മളോട് ഡോക്ടർമാർ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പറയാറില്ലേ, മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ, വിശ്വാസം വേണം, മാറും, മനസ്സ് നല്ല സ്ട്രോങ് ആയിട്ട് നിർത്തുക, നല്ല സന്തോഷത്തോടെ ഇരിക്കുക. രോഗത്തെ കടക്കണമെങ്കിൽ മാനസികമായ എനർജി ഉണ്ടാവണം. മരുന്നിൻ്റെ എനർജി മാത്രം പോരാ. മനസ്സിലായില്ലേ? എത്ര നല്ല ഔഷധം കഴിച്ചാലും നമ്മൾ മാനസികമായ ടെൻഷൻ ഉണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. BP കയറി, ഷുഗർ കയറി, പാൻക്രിയാസ് ഡൗൺ ആയി, പിറ്റ്യൂട്ടറി അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് എല്ലാം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററി അടിച്ചു പോകും. മനസ്സിലായില്ലേ? എത്ര വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവസാനം പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ടുവരേണ്ടി വരും. എന്താ കാരണം? നമ്മുടെ മാനസികമായ എനർജിക്കൊരു വലിയ ഒരു അർത്ഥമുണ്ട്. നമ്മൾ എത്ര വലിയ ദുഃഖത്തിരിക്കുമ്പോൾ നമ്മളെ ഒരാളും തട്ടിയിട്ട് കുഴപ്പമില്ല, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ മാറത്തില്ലേ? മാനസിക എനർജിയാണ്, പവർ എന്നതാണ്. അപ്പോൾ അതിനോടൊപ്പം വ്യാധി എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ, രോഗങ്ങൾ, ഇത് രണ്ടും ഉണ്ടാകരുതേ. ഇതായിരുന്നു ഏറ്റവും വലിയ പ്രാർത്ഥന പണ്ടത്തെ മുത്തശ്ശിമാരുടെ. മനസ്സിലായില്ലേ? കാര്യം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ജീവിതം ശാന്തിപൂർണ്ണമാണ്. മാനസികവും ശാരീരികവും രോഗവും ഇല്ലെങ്കിൽ പിന്നെന്താ പ്രശ്നം? അപ്പോൾ ചോദിക്കും, കഴിക്കാൻ ഭക്ഷണം വേണ്ടേ, കുടിക്കാൻ വെള്ളം വേണ്ടേ? ഇതൊക്കെ ആദിയിലും വ്യാധിയിലും പെടുന്ന. ഇത് രണ്ടും ഇല്ലെങ്കിൽ ആദിയും വ്യാധിയും ബുദ്ധിമുട്ട് വരത്തില്ലേ? മാനസിക വിഷമം വരും, ശാരീരിക വിഷമം വരും സമയത്ത് ഭക്ഷണം ചെയ്യുന്നില്ലെങ്കിൽ. ഇതെല്ലാം പരിഹരിക്കണേ ഭഗവാനെ.
എന്നുള്ള വാക്കിൽ അവിടെ ഒതുക്കി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നൊന്ന് അതിക്രമിച്ചിട്ടൊരു പ്രാർത്ഥന കൂടിയുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? അതിക്രമിച്ചിട്ട് പിന്നെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട് മുത്തശ്ശിമാർക്ക്. 3 നേരം അടുപ്പ് പുകയാനുള്ള വകയ്ക്ക് ഉണ്ടാവണേ ഭഗവാനെ. 3 നേരം അടുപ്പ് പുകയണം, അത്രയേ ഉള്ളൂ. നാളത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. 10 വർഷത്തേക്ക് 5 തലമുറയ്ക്കും ജീവിക്കാനുള്ള വക തരണമെന്നൊന്നും അവർ പ്രാർത്ഥിച്ചില്ല. കാര്യം എന്താ? അതൊക്കെ ഈശ്വരൻ തരും. എല്ലാ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കുക. 3 നേരം. എന്താ ഈ 3 നേരം? അവിടെയാണ് ഏറ്റവും വലിയ ആരോഗ്യ ബോധവൽക്കരണം. ഏറ്റവും വലിയ ആരോഗ്യ ബോധവൽക്കരണത്തിൽ നല്ല 1-ാം തരം PhD നേടിയവരായിരുന്നു പണ്ടത്തെ മുത്തശ്ശിമാർ. ഇന്നത്തെ അമ്മമാർ നല്ല 1-ാം തരം രോഗകാരികളായി ജീവിതത്തെ നയിക്കുന്നവരാണ്. വലിയൊരു ശതമാനം കുടുംബാംഗങ്ങളെ രോഗികളാക്കുന്നതിൽ ഇന്ന് വലിയൊരു ശതമാനം പങ്ക് അമ്മമാർക്കാണുള്ളത്. ആർക്കും വിഷമം തോന്നണ്ട. എന്താ പണ്ട് മുത്തശ്ശി പറഞ്ഞതിൻ്റെ അർത്ഥം? 3 നേരം എന്ന് വെച്ചാൽ 3 നേരം ഭക്ഷണം കഴിക്കൂലേ നമ്മൾ, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. ആ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ 3 നേരവും ഭക്ഷണം പാകം ചെയ്ത് ആ ചൂടോടുകൂടിയുള്ള ഭക്ഷണം കഴിക്കണം. എന്താ? പാകം ചെയ്ത ഭക്ഷണം സ്വാഭാവികമായി അതിൻ്റെ ചൂട് നഷ്ടപ്പെട്ടാൽ അത് വൈറസും ബാക്ടീരിയകളും കടന്നു കയറി ആ ഭക്ഷണം മലിനമായി മാറ്റപ്പെടും. പാകം ചെയ്ത ഭക്ഷണം ഏറ്റവും കുറഞ്ഞൊരു 5 മണിക്കൂർ, ഏറ്റവും കൂടിയാൽ ഒരു 5 മണിക്കൂർ, അതിനപ്പുറത്തേക്ക് ആ ഭക്ഷണം ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിച്ചാൽ ആ ഭക്ഷണം ശരീരത്തിന് ഗുണത്തേക്കാൾ ഉപരി എന്തുണ്ടാക്കും? രോഗകാരണമായി മാറും. ഇന്നങ്ങനെയുള്ള ചിന്ത വല്ലതും ഉണ്ടോ? ഇന്ന് രാവിലെ 1 നേരം വെച്ചാൽ രാത്രി വരെ നമ്മളെ ഓടും. കാര്യം എന്താ? മെനക്കെടാൻ വയ്യ. അവസാനം ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ പോയി, ICUവിൻ്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കേണ്ടി വരും. എന്താ കാര്യം? അകത്ത് മക്കൾ കിടപ്പുണ്ട്, ചേട്ടൻ കിടപ്പുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കിടപ്പുണ്ട്. തമാശയ്ക്ക് പറഞ്ഞല്ല. പാകം ചെയ്ത ഭക്ഷണം അത് കാലതാമസം വന്നാലുണ്ടാകുന്ന വിഷമം ഇതൊക്കെയാണ്. ഇപ്പോൾ അതിനേക്കാളും വലിയ രസമാണ്. ഈ അടുത്തിടയ്ക്ക് ചിദാനന്ദപുരി സ്വാമി എന്ന് പറയുന്ന സ്വാമിജി ഒരു കഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ജീവിതാനുഭവമാണ്. അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അമ്മയൊക്കെ അപ്പോൾ പറഞ്ഞു പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അല്ല വെപ്പൊക്കെ കഴിഞ്ഞു. അത് സ്വാമി ഞങ്ങൾ 1 ദിവസമേ വെക്കൂ. അപ്പോൾ സ്വാമി ഞെട്ടിപ്പോയി. സ്വാമി ചോദിച്ചു 6 ദിവസം ഉപവാസമോ? ഇത്രയൊന്നും വേണ്ട കേട്ടോ, ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാവേ പോകും. 2 ആഴ്ച കൂടുമ്പോൾ 1 ദിവസം മതി ഉപവാസം, ഒരു ഏകാദശിയോ അങ്ങനെ ഏതെങ്കിലും ഒരു വ്രതം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറഞ്ഞു അങ്ങനെയല്ല സ്വാമി പറഞ്ഞത്, ഞായറാഴ്ചയെ വെക്കത്തുള്ളൂ, ബാക്കിയെല്ലാം ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും, എന്നിട്ട് എല്ലാ ദിവസവും എടുത്തിട്ടൊന്ന് ചൂടാക്കി കഴിച്ചോളും. ഇതിനേക്കാളും വലിയ രോഗകാരണം വേറെ എന്താ? ജീവിച്ചിരിക്കുമ്പോൾ കൊല്ലാനൊരു പെട്ടി, ചത്തു കഴിഞ്ഞാൽ കിടത്താൻ വേറൊരു പെട്ടി. 2 പെട്ടിയിലാണ് ഇന്നിപ്പോൾ നമ്മുടെ ജീവിതം. നമ്മൾ പണി എളുപ്പമാക്കി ആയുസ് കുറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഇന്നത്തെ മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശേഷി എന്താ ഉള്ളത്? പണ്ട് നല്ല 90 വയസ്സുള്ള ആൾ വരെ നല്ല ചുറുചുറുക്കോടെ നടക്കുമ്പോൾ ഇന്ന് 15, 18, 20 വയസ്സ് 30 വയസ്സെത്തി കഴിഞ്ഞാൽ തീർന്നു. ഒരു ചെറിയ രോഗം വന്നാൽ തളർന്നു പോകുന്ന അവസ്ഥയിലാണ്, പ്രതിരോധശേഷിയില്ല. അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇവിടെയൊക്കെ അധികമായ നമ്മുടെ മോഹങ്ങളിലേക്ക് നമ്മൾ പോയപ്പോൾ, അധികമായ സുഖകാമനകളിലേക്ക് പോയപ്പോൾ നമ്മൾ വരുത്തിവെച്ച വിനകളാണെന്ന് നമ്മൾ തിരിച്ചറിയുക.